അപ്പൊ സ്റ്റൈലായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ യൂസ് ചെയ്തു കേട്ടോ. കസേരയിലിരുന്നു. ആ വയ്യ ഇപ്പൊ ശരിയായി. എന്തോ ഞാൻ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് മോളെ ഇന്ന് അവധിയായിരുന്നു. അതോ അല്ല സ്റ്റഡി ലീവ് ഉണ്ട്, പരീക്ഷയാ തിങ്കളാഴ്ച. ഞാൻ ആലുവ വരെ പോയതാണ്. ചങ്ങനാശ്ശേരി എവിടെയാ താമസിക്കുന്നത്? ചങ്ങനാശ്ശേരി മധുമൂല എന്ന് പറയും. അവിടെ കോൺവെന്റിന് തൊട്ടടുത്തല്ലേ? ജോലി ഇപ്പൊ ഇല്ല. എല്ലാവരും എല്ലാരും കാണുന്ന കേട്ടോ. എല്ലാരും വെളിയിലൊക്കെ. ചേച്ചി എവിടെയാ? ഞാൻ എന്റെ വീടോ? അല്ല വീട്ടിൽ നാട്ടിൽ തന്നെ ഉള്ളതാണോ അതോ ജോലി? ഞാൻ ഇപ്പം നാട്ടിലുണ്ട്. ഇടയ്ക്ക് മോള് വെളിയില്ല, ഇപ്പം പഠിക്കാൻ പോയി. എനിക്ക് 2 പിള്ളേരായിരുന്നു. ഞങ്ങൾക്കൊരു കാർ ആക്സിഡന്റ് ഉണ്ടായി 16 വർഷം മുമ്പാ. അന്ന് പിള്ളേർ കൊച്ചായിരുന്നു, 11 വയസ്സ് 9 വയസ്സ്. ഇളയ മോള് ഹസ്ബൻഡ് അന്ന് മരിച്ചു പോയായിരുന്നു. മൂത്ത മോളിപ്പം പഠിച്ചു UK ലാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി. എനിക്കുണ്ടൊരമ്മ ഇതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ നിൽക്കുന്നത്. അമ്മയ്ക്ക് 86 വയസ്സുണ്ട്. എന്നും കാണും അമ്മയും. പേരോട് ചോദിച്ചു വഴിയേ. നമ്പർ ഉണ്ടായിരുന്നല്ലോ, നമ്പർ ഞാൻ നോക്കിട്ട് ഞങ്ങൾ കാണുന്നേ ഇല്ല. ലാൻഡ് നമ്പരും ഉണ്ട്, മൊബൈൽ നമ്പരും ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും എപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ ഉണ്ടായിരുന്നു. അല്ല പിന്നെ ഇവിടെ ഇത് അടിച്ചു കൊടുത്താലും കിട്ടിയാനേ. ഫ്ലിയാവർ അടിച്ചാൽ മതിയായിരുന്നു. ഫ്ലിയാവർ അടിച്ചാൽ ശേഷം ഇവിടെ കിട്ടി. സെഞ്ചുറി ചാപ്പല് അത് ഓമലൂര് കാണിക്കാം. ഓമലൂര് അത്ര പ്രോപ്പറല്ല. ഫ്ലിയാവറിന് ശേഷം കാണിക്കണം. ഫ്ലിയാവറിന് ശേഷം ഫ്ലിയാവർ കൊടുത്തു കഴിഞ്ഞാൽ വരും. ഫ്ലിയാവറും പള്ളിയും കുരിശുപള്ളി എല്ലാം. സാധനമൊക്കെ വാങ്ങിച്ചു എത്ര നാളായി. ഞാൻ ഓർത്ത് ഇവിടം വരെ വന്നോണ്ട് ഒന്ന് കണ്ടുപിടിക്കാന്ന് വിചാരിച്ച് നേരത്തെ. മറ്റേ എന്നും ലേറ്റ് ആവും. എന്റെ പേര് ബിനി. ഞങ്ങള് 11 പേരെ എന്റെ വീട്ടില്. 7 പെണ്ണും 4 ആളും. ഒരാളൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ ബ്രസീലില. ചേച്ചിയുടെ സംസാരവും ഒന്നും എടുക്കണ്ട. ഒന്നും എടുക്കണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി കേട്ടിട്ടുണ്ടോ? ചങ്ങനാശ്ശേരി. ഇനി 1 മണിക്കൂറുണ്ടല്ലേ? 1 മണിക്കൂർ. ഡ്രൈവറാ. അവരിങ്ങനെ പോകുമോ തന്നെ വേറെ കോട്ടം വേറെ ഒരു സ്ഥലത്തേക്ക് അവർ പോവുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോളേജിൽ വന്നില്ല. 6 മണി കഴിയും വരുമ്പോ. കോളേജ് വണ്ടി വേണ്ടേ? ഫോണിൽ കാണുമ്പോ ഇച്ചിരി കൂടി ആവശ്യത പോലെ ഇച്ചിരി കൂടെ സ്മാർട്ട്. മൊത്തത്തിൽ പഠിപ്പൊക്കെ ആയിട്ട് ഒന്നും ഇച്ചിരി അവിഞ്ഞു പോയായിരുന്നു. ഇനി ഉഷാറായി വന്നതാ. ചൂട് ചൂടൊരു വിഷയമാണ്. മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മഴ പെയ്യുന്നില്ല. നിങ്ങളുടെ ചക്കപ്പുഴുക്കൊക്കെ കാണാറുണ്ട്. ചക്കപ്പുഴുക്കും ചക്കയും അതൊക്കെ ഇഷ്ടമല്ലേ? ചക്കയൊക്കെ ഇഷ്ടമാ. ചക്കപ്പുഴ കഴിക്കണം. എവിടെയുണ്ട്? ഇന്നുണ്ടാക്കിയോ ചക്കപ്പുഴ? എനിക്ക് എത്ര താല്പര്യം ഇത്രയും ചക്കപ്പുഴ കഴിപ്പില്ലേ? ചേച്ചിക്ക് ഇച്ചിരി കൊടുക്ക്. ഞങ്ങളുടെ അവിടെ ഒന്നും ചക്കയൊന്നും അങ്ങനെ ഇല്ലല്ലേ? ഞങ്ങൾക്ക് ഇച്ചിരി കഴിഞ്ഞാൽ നമുക്കാകും. 1 മാസം കൂടെ കഴിഞ്ഞാൽ ആകും. ഡായി വരുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ ഇവിടെ ഓഫീസ് പൊളിച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് റൂഫ് ഞാൻ കൊമേഴ്ഷ്യൽ ആർട്ടാ. അത് സ്റ്റിക്കർ വർക്കും അങ്ങനെ എല്ലാം കൂടെ കൂടിയുള്ള പരിപാടിയാണ്. പിന്നെ എല്ലാ പരിപാടിയും ഉണ്ട്. എൻ്റെ പരിപാടി ഏത് പരിപാടിയും കിട്ടിയില്ല പോകും. മെയിനായിട്ട് ഓട്ടം കണ്ടെനിക്ക് മനസ്സിലായില്ലേ? അങ്ങോട്ട് തിരിഞ്ഞു പോയായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു വാതിക്കെ നിൽക്കുന്നുണ്ട് അവരാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഓട്ടം കണ്ടപ്പോ എനിക്ക് ഇവിടെ വല്ലതും ചോദിച്ചു തന്നിട്ട് പള്ളിക്ക് ചെന്നിട്ട് പള്ളിയുടെ അങ്ങോട്ടല്ലേ പോയെ? ഇവിടെ വരെ വന്നുള്ളൂ. ഈ കുരിശടി വരെ. കുരിശടി കഴിയുള്ളൂ. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ. ഉള്ളൂ. കുരിശടി കാണപ്പം കുരിശടി കണ്ടിട്ടുണ്ടല്ലോ. ഇല്ല വന്നിട്ടില്ല അമ്മച്ചി. വന്നിട്ടില്ല. ആദ്യമായിട്ട് വരുവാ.
ആണോ? അമ്മച്ചിയെ കാണാൻ വന്നാ. പള്ളിയിലൊക്കെ വന്നാൽ ഒന്നാണ്ടിരിക്കുന്നതല്ലേ? ഇവിടെ നിങ്ങളുടെ പള്ളി എവിടെയായിട്ടാ? ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി നമ്മുടെ 1/2 കിലോമീറ്റർ. ആണല്ലേ? ഇവിടുന്ന് 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്റർ കഷ്ടി 400 മീറ്ററേ ഉള്ളൂ. നടക്കാനുള്ള അത്രേ ഉള്ളൂ. പള്ളിയിലെ പരിപാടി ഇവിടെ കുർബാന ഇവിടെ കേൾക്കാം രാവിലത്തെ. സ്ട്രെയിറ്റാ, നമ്മുടെ നേരെയാണ് പള്ളി. ചെല്ലുമ്പോൾ അങ്ങനെ വഴി നേരെ കിടക്കുന്ന വഴിയില്ല. ഇരുന്ന് ഇങ്ങനെ കാണാമല്ലോ, റോഡിൽ പോകുന്നത് എല്ലാരെയും നോക്കിയിരിക്കുന്നതും. അമ്മച്ചിക്ക് ചൂടല്ലേ, AC വേണം. ചൂട് രക്ഷയില്ല. ഇവിടെ കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോവാ, പെട്ടെന്ന് അങ്ങോട്ട് തളരുക. ഇവിടെ കുറച്ച് ഉണ്ട് പൊതുവെ. ഇവിടെ പൊതുവെ ചൂട് കുറവാണ്. കലണ്ടറല്ല. അയ്യോ ജോമോളെ ഒന്നും എടുക്കണ്ടെങ്കിൽ പോരെ. അമ്മച്ചിക്ക് ഞാനൊരു പുതപ്പൊക്കെ വാങ്ങിച്ചു വെച്ചത് എത്ര നാളായി. എപ്പോഴും ഇങ്ങനെ ഓരോ അമ്മയ്ക്ക് ഇതുപോലെ മേലാങ്കിയൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അമ്മ എന്നും അടുത്തിരുന്ന് ഫോൺ വെച്ചോണ്ട് കാണുന്നുണ്ട് കേട്ടോ അമ്മച്ചിയുടെ കളി. ചങ്ങനാശ്ശേരി. അടുത്താണോ? 1 മണിക്കൂർ കൂടുതലില്ലേ? കാരണം 1 മണിക്കൂർ വരുള്ളൂ. ബസ്സിനാണ് 1.5 മണിക്കൂറുള്ളൂ. 1.5 കുറുപ്പന്തറയാണോ? അല്ല, ഇത് കുറുപ്പന്തറ ശരിക്കും ഇവിടുന്ന് 3 കിലോമീറ്റർ ജംഗ്ഷനാണ്. അത് ഇച്ചിരി ഉള്ളിൽ കയറിയ സ്ഥലം. ഇത് MC 2 MC റോഡ്, ഇവിടെ മൂവാറ്റുപുഴ പോണ MC റോഡിൻ്റെയും എറണാകുളം പോണ റോഡിൻ്റെ കൂടി ഇടയ്ക്കുള്ള ഭാഗം. അതാണ് ഇതിലെ വണ്ടികളൊക്കെ കുറവ്, ബസ് സൗകര്യമൊക്കെ കുറവാണ്. നേരത്തെ ദിവസം ഉണ്ടായിരുന്നു, 5-6 ബസ്സൊക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നിന്ന് പോയി. ഇങ്ങനെ നിന്ന് വേണം യാത്രക്കാരില്ലാതെ വന്നേ. മെയിൻ റോഡിലോട്ടുള്ള യാത്രക്കാരുള്ളൂ. പിന്നെ ഇവിടെ എല്ലാം എല്ലാവരും ബൈക്കും കാറും ഒക്കെ ആയതോടുകൂടി ബസ് സർവീസ് ഇല്ലാതെ അങ്ങനെ പറ്റിപ്പോയതാ. അതാ കിട്ടിയതാ. സമയമുള്ള പോലെ ചെയ്യണം. ഇപ്പൊ കിടക്കാറായില്ലേ, കഴിഞ്ഞാൽ പിന്നെ പറ്റിയായിരുന്നു. തുറക്കം 2 ദിവസമായിട്ട് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. കിടക്കാം. പിന്നെ നേരം പുറത്തെല്ലാം പറ്റുള്ളൂ. ഇടയ്ക്ക് ഏറ്റിട്ടൊന്നും പറ്റിയല്ല. അമ്മക്ക് ഇച്ചിരി മുമ്പേ കൊടുത്തതാ. ചക്കപ്പുഴ എടുക്കാം. ഇതെവിടെ ഉണ്ട്? ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ചക്കയെ. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ പുഴുങ്ങിയതാ. എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി വൈകുന്നേരം ആകുമ്പോൾ ചീത്തയായി പോകും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേർക്ക് ഇവർക്ക് അത്ര ഇതില്ലെന്നേ ഉള്ളൂ. എല്ലാവരും കഴിയും. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ്. എന്ന് ഇത് പോകുമ്പോ രാത്രി മിക്കവാറും പോകുമ്പോഴേ അലുവേന റിലേഷൻ എന്റെ മോളെ കെട്ടിച്ചത്. ഞാൻ അവിടെ ചുമ്മാ മലയാറ്റൂരിന്റെ മൊത്തം കയറാൻ എനിക്ക് ആക്സിഡന്റില് ഒത്തിരി പരിക്കുണ്ടായിരുന്നല്ലേ? ജീവിച്ചതാണ്. മുഖത്തൊക്കെ സ്ക്രൂവാ ആണല്ലേ? കാണുമ്പോ സ്ക്രൂ കിടപ്പുണ്ട്. ആ മൊത്തം ഓപ്പൺ ആക്കില്ല. ഈ കൈ തന്നെ 8-9 മണിക്കൂർ സർജറി ആയിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് വെച്ചോണ്ട് ഒരാഴ്ച. അത് കഴിഞ്ഞ് അവരെ ഇറക്കിയത് വെച്ചിരിക്കുവായിരുന്നു മോർച്ചറിയില്. വേറെ വണ്ടി ഒന്ന് ഇടിച്ചതോ? കണ്ടെയ്നർ. അയ്യോ, റോഡിന്റെ നടുക്ക് കിടക്കുമായിരുന്നു. പാർക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പോകാൻ വന്നപ്പോ 1 മാസമൊക്കെ എടുത്തു. അടക്കമൊക്കെ കഴിഞ്ഞല്ലോ. മരിച്ച മോക്ക് 9 മറ്റേ മോക്ക് 11 വയസ്സായിരുന്നു. ചേട്ടൻ തന്നെയായിരുന്നു ജോലി? ബിസിനസ് ആയിരുന്നല്ലേ? 16 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ കോട്ടയത്തൊക്കെ ഉള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ 8 വർഷം അല്ല 16 വർഷം ആകുമ്പോൾ ഇല്ല, ഇവിടെ തന്നെ 30 വർഷമായി. കോട്ടയത്ത് ഞാൻ ഈ കമ്പനിയുടെ ഹോർഡിംഗ് വർക്ക് ആയിരുന്നു. അപ്പം നിങ്ങളുടെ അവിടെ മധുവിലൊക്കെ ഒന്ന് ഇഷ്ടം ബോർഡ് ചെയ്തിട്ട് വാഴപ്പള്ളിച്ചിറയിലൊക്കെ ഇച്ചിരി ഉള്ളല്ലോ. അത് ഞാൻ പറയാൻ കാര്യം കേരളം മൊത്തം നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. മധുമൂലയിൽ അവിടെയായിട്ടൊരു സോഫിയ എന്നൊക്കെ പറഞ്ഞൊരു കോളേജ് പ്രൊഫസറാണ്. അവർക്ക് ആൽഫ എന്നൊക്കെ പറഞ്ഞ ഒരു ലൈറ്റിൻ്റെ കടയൊക്കെ ഉള്ളു. അത് അയാൾ അവിടുത്തെ സോണി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച് ഡ്രോയിങ് പിടിക്കാണ്ടായിരുന്നു. സോണി പുള്ളിക്കാരത്തെ പ്രൊഫസറാണ് മറ്റേ സോഫിയ എങ്ങനെയാണെന്നു അദ്ദേഹത്തിൻ്റെ മകൻ. അവരാണ് ഈ ആൽഫ ലാംസ് എന്ന് പറഞ്ഞ കടയൊക്കെ. സോണി പുള്ളിയേക്കാൾ സീനിയർ പ്രായ കൂടെ ഉണ്ടായിരുന്നു. പഠിക്കാൻ വരുമ്പോൾ ഡ്രോയിങ് പഠിക്കാൻ വരുമ്പോഴേ ഇന്ന് നല്ല മൂടുള്ള ദിവസമായിരുന്നു. രാവിലെ നല്ല മൂടായിരുന്നു. എടപ്പുവാ അതിനകത്തിനെ അമ്മച്ചീനെ കാണാൻ വന്നിരിക്കുന്നല്ലേ? ആര്? മോൾ അമ്മച്ചീനെ കാണാൻ വന്നാ. വിവീനെ വിവാനൊന്നും പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. അവര് പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. വിവാൻ വന്നില്ലല്ലോ.
പ്രാർത്ഥിക്കാൻ സമയമായെന്നാണ് വിചാരിച്ചത്. ആ അല്ല അമ്മയ്ക്ക് ഒരു ഇപ്പോൾ ശരാശരി എന്ന് പറഞ്ഞ ഒരു 2-3 മണിയായി കഴിഞ്ഞാൽ പിന്നെ പാതിരാത്രിയുടെ ഫീലിംഗാണ്. ആ അപ്പോൾ ജനലും കഥയൊക്കെ അടച്ച് സീറ്റാന്ന് തോന്നുന്നു. ജനലും കഥയൊക്കെ അടച്ച എല്ലാരും വന്നിട്ടുണ്ടായിരുന്നല്ലേ? ആ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കകത്ത് ഭയങ്കര ചൂടാണ്. ആ ഇവിടെ ഭയങ്കര അതെ അതെ. ആള് കൂടുതൽ സമയമായി കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി വെപ്രാളഭാവമുണ്ട്. അങ്ങനെ ഇവിടുന്നതൊക്കെയാണ് കൂടുതൽ സമയം. എൻ്റെ റൂം അതാ. എല്ലാ റൂം വഴിയും പോയി നോക്കായിരുന്നു. അത് ഇടക്കാലത്ത് പിന്നെ ഞാൻ മുതിർത്തപ്പോഴും വന്നപ്പോൾ ഇച്ചിരി അങ്ങോട്ട് ഇതായിപ്പോയായിരുന്നേ. ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു. ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചു. അതുപോലെ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് കയറി വന്നു. കൃത്യം വിവാഹം വന്നു, നേരത്തെ വന്നു. അവിടെ പോയി ലൈറ്റൊക്കെ ഇട്ട് ആളെ കണ്ടില്ലേ? ധാരാമേ വന്നേക്കണേ? ധാരാ വന്നിരിക്കുന്നേ? അമ്മ കാണാൻ ഒരു മോള് വന്നിരിക്കുന്ന. അമ്മയെ കാണാൻ വന്ന ഒരു മോള് അത് അമ്മ ഓടി നടക്കുവാണോ? അമ്മേനെ കാണാൻ വന്ന മോളല്ലേ? അമ്മച്ചിയെ കാണാൻ വന്നതാന്ന്. അമ്മച്ചിയെ കാണാൻ വന്നതാ ഞാന്. താമസിക്കുന്നത് എവിടെയാ? ചങ്ങനാശ്ശേരി. ഞാൻ ഒത്തിരി അകലം ഉണ്ടല്ലോ. അപ്പൊ അന്നന്ന് പോകുമ്പോൾ വരുവാണോ? ഞാൻ ഇപ്പൊ പോവും. ഭയങ്കര പാടം. അപ്പുറത്തെ ചേട്ടനാ പടിഞ്ഞാറ്. അവർക്ക് വെള്ളം പറ്റിയേ. കാരണം വെള്ളം ഇത്തവണ ഭയങ്കര വേനലായിരുന്നു. ഇവിടെ വെള്ളം ചില പാടാ. നമ്മൾ ഈ മഴവെള്ളം അങ്ങോട്ട് പോയി ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അച്ഛന്മാരോ? അച്ഛന്മാർ എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നേ? അച്ഛന്മാരെങ്ങനെയാ ഇങ്ങോട്ട് വരുന്നേ? അവർക്ക് പള്ളി പ്രാർത്ഥിക്കണ്ടേ? പിന്നെ അത് പള്ളിയില്ല അച്ഛന്മാര്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മത്സ്യം ചള്ള മത്സ്യര് അവർക്ക് തോന്നിയ പോലെ ആണോ? ഒരനുസരണം ഇല്ല, പേടിയില്ല, ആരും വെക്കുമില്ല. ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടിരുന്നു ചിന്തിച്ച് ചെയ്യുകയില്ല. എല്ലാം കുറച്ച് മറിച്ച് എന്നിട്ട് അലമ്പ ഒരാറ്റത്തുനിന്ന് ഒരാറ്റത്തോട് ഇടും. എന്നിട്ട് അത് ശരിയായി. എന്നിട്ട് അത് ശരിയാകാതെ വരുമ്പം പിന്നെ അലമ്പ അഞ്ചിടൊക്കെ ആയിട്ട്. ഇപ്പം വരാതെ പിന്നെ അങ്ങോട്ടൊക്കെ പുറത്തോട്ട് കൊണ്ടുപോയില്ല. ഇപ്പൊ ചൂടുമല്ലേ? എവിടെയെങ്കിലും ചൂടായില്ല. ഞാൻ പറയായിരുന്നു ഒന്ന് വാളിച്ച് ഉഷാറായിട്ടുണ്ട്, നമുക്കൊന്ന് പുറത്തു വല്ലോടത്തും കൊണ്ടുപോകാന്ന്. അപ്പൊ പിന്നെ ചൂടല്ലേ, പോണതായിരുന്നു. ചൂടായണ്ടേ? എന്റെ വീട് ഇവിടെ അടുത്താ. ഇവിടെ ശ്രീവാപുരം തന്നെ, ഒരു ഇടവകയാ. പള്ളിയുടെ അപ്പുറത്താണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് പള്ളിയുടെ അവിടെ. ഇവിടുന്ന് ഇറങ്ങി വരുമ്പോൾ 1.5 കിലോമീറ്റർ. ഒരു ചിറ്റപ്പന്റെ മകനും ഉണ്ട്, ആന്റിയും ഉണ്ട്, സിസ്റ്ററും ഉണ്ട്. ആൾക്കാരുള്ള വീടാ. ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയല്ല. എല്ലാ സൗകര്യങ്ങളും നല്ല ജലവും അല്ലേ? ചെറുവണ്ടികളുണ്ട്, ഓട്ടോറിക്ഷയും കാറും ഒക്കെ ഉണ്ട്. ബസ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ബസ് സർവീസിന്റെ വിഷയമുള്ളൂ. കിടാവ് മാത്രമേ ഉള്ളൂ. പശുവിനെ കൊടുത്തായിരുന്നു. ഈ സമയം കഴിഞ്ഞാൽ രക്ഷയില്ലെന്നേ. ഇവിടെ ഭയങ്കര പാടാ തീറ്റയ്ക്ക്. ആട് കൊടുത്താലും പശു കൊടുത്താലും പെട്ടെന്ന് ഇവിടെ അങ്ങോട്ട് കരിയും. ഈ ഏറ്റവും ടോപ്പാണ് അവിടെ. അതുകൊണ്ട് ഇവിടെ ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിൽ ഇറങ്ങി താഴെ പാടവാ. നമുക്ക് അവിടെ പോയി പുല്ല് പറിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പിന്നെ അവിടെ പറഞ്ഞാൽ വലിയ വെള്ള സൗകര്യം ഇല്ലേ? അതെ അതന്നെ. ഇപ്പം മെനക്കെടുന്നതിനുള്ള ഒന്നും കിട്ടിയല്ലേ നീ. നമ്മളിപ്പോൾ മെനക്കെടാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്
അയ്യോ, എനിക്ക് മിസ് അത്രയൊന്നും ഞാൻ കഴിക്കത്തില്ല. അതിന്റെ കാലിലൊന്നും പോലും ഞാൻ കഴിക്കാറില്ല. സാരില്ല വിഷു പുള്ളിങ്ങി വന്നില്ലല്ലോ. വിവാനേടാ. പുള്ളി അങ്ങനെ ടൗൺ വരെ പോയതാ. ഇപ്പം വരാറുണ്ടല്ലോ. ആ അച്ചാറുണ്ട്, മീൻ ആ വെള്ളം. കഴിച്ചോ? കൈ കഴി ചേച്ചി ഒന്ന് കഴിക്കുന്നു. അല്ല അത് കഴിച്ചു, ഞാൻ ഇച്ചിരി എടുത്തോ. കഴിച്ചോളാം നീ. അത് കഴിച്ചു ചേച്ചി. ചേച്ചി കൊണ്ടാ ശരിയല്ലേ ഉള്ളൂ. കഴിച്ചോ. ഇപ്പൊ എന്നോ ഒന്നും കഴിക്കുന്നതല്ലല്ലോ ഇന്ന്. ഇന്ന് ഭയങ്കര ആ ഇന്ന് ഭയങ്കര പോച്ചില്ല. ഇന്ന് ഭയങ്കര മഴക്കാലാ, തണുപ്പാ. അല്ല ചൂടാന്ന് പോഞ്ഞിട്ടിരിക്കാൻ മേലായിരുന്നു. ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ മാറ്റം ഉണ്ടാകും. മഴ പെയ്തില്ലല്ലോ, നമുക്ക് ചെറുതായിട്ടൊരു മഴ പെയ്തല്ലേ ഉള്ളൂ. വൈകിട്ട് മിക്കവാറും ചോറോ ആയിരിക്കും. ചപ്പുകളും പുഴുക്കായിരിക്കും കഴിക്കുന്നത്. ചക്കയൊക്കെ കിട്ടാണ്ട് പിന്നെ ചക്കയായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പിള്ളേർക്ക് ഇറച്ചിക്കറി ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഇറച്ചി മീനുണ്ടല്ലോ. മീനൊന്നും അത്ര വേണ്ട. ചക്ക മീനായിട്ട് ഇഷ്ടം. ആ ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം അങ്ങനെയാണ്. അമ്മ കഴിക്കാൻ കൂടുന്നുണ്ടോ? അമ്മ കഴിക്കാൻ കൂടുന്നുണ്ടോന്ന്? രാവിലെ കഴിച്ചതാ. ഇതിലെ ഇപ്പം മീൻകാരെ കുറവാ. കടയിൽ പോയി മേടിക്കണം. കുറുപ്പന്തറയ്ക്ക് പോകണം. ആ കുറുപ്പന്തറ ഇവിടെ അടുത്ത കട കുറുപ്പന്തറേ ഉള്ളൂ. എന്നാ ആ പിന്നെ ഇപ്പം കിടാവിനെ കൂട്ടി കയറ്റി. കിടാവിനെ കൂട്ടി കയറ്റി. ആ കിടാവല്ലേ ഉള്ളൂ നമുക്ക്. ആ വണ്ടി വരുന്നുണ്ട്. ആ ചേട്ടൻ കഴിക്കുമോ? ചേട്ടൻ അടുത്തുള്ളതാണോ? ആണോ? പുള്ളി കഴിക്കുമോ? ചക്ക കഴിക്കുമോ? ആണോ? ആ പിന്നെ അമ്മയ്ക്കിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നാരങ്ങാവെള്ളം ജ്യൂസൊക്കെ ആയിട്ടേ ഇവിടെ ഉണ്ടാക്കി വെച്ച് കൊടുത്തു. വേണം ഈ ഫ്രൈ ഉണ്ടേ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാ കയറുവാ കയറുവാ കയറുവാ. ചക്ക കഴിക്കുന്നോ? ചക്ക കഴിക്കുന്നോ? വഴി അറിയാത്തോണ്ട് സാധനം വാങ്ങിക്കാൻ പറ്റിയില്ലേ? ആ സാറില്ല. ചക്ക കഴിക്കട്ടാ. നാണിക്കൊന്നും വേണ്ട. ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെ? അടുത്ത് തന്നെ. മധുരമല്ല ഇഷ്ടം. ആ ചേട്ടൻ മഴ എടുത്തിട്ട് പോവാ. ആ മീനും കിട്ടും. എല്ലാ ഐറ്റം വരും. മീനെല്ലാ ഐറ്റം വരും. ഇവിടെ ഈ മാർക്കറ്റ് ഈ കടവഴി വരുന്ന മീൻ കടകളാണല്ലോ ഇപ്പം. നേരത്തെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. പരീക്ഷയാണ്. കോളേജുകാർക്കൊക്കെ ഇതിന്റെ ഒക്കെ ഇടവഴിയല്ലേ പരീക്ഷ. സ്കൂളാണെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് അടച്ചു. ഇതിന്റെ അല്ല ഇവിടെ ചൂടാശ്ശേരി 2 മണിക്കൂർ ബസ്സായിരുന്നു ഇറങ്ങും. നേരെയാണെങ്കിൽ 1 മണിക്കൂർ മതി. കോളേജ് ബസ് വേണ്ട, അതാ താമസം വരുന്നത്. അല്ല അതെ നീറ്റ് എഴുതാൻ പോയതാ. ആ കീം എഴുതാൻ പോയതാ. ആ എടുത്ത് വെക്കാം. അത് അമ്മയ്ക്കുള്ള. അമ്മയ്ക്ക് മോള് കൊണ്ടുവന്നാ. അമ്മയ്ക്ക് മോള് കൊണ്ടുവന്നാ. അമ്മയ്ക്കേ ഈ മോള് കൊണ്ടുവന്നതാണ്. ഈ മോള് കൊണ്ടുവന്നാന്നാ പറഞ്ഞു. അമ്മ കൊണ്ടുവന്നല്ല പറഞ്ഞു. അമ്മച്ചിക്ക് കഴിക്കാനായിട്ടേ ഈ മോള് മേടിപ്പിച്ചതാ. നീ ഇരിക്കുന്ന മോളെ. ആ അത് ചില പറയുമ്പോൾ നമുക്ക് പാടാം, ചിലപ്പോൾ പറയുമ്പോൾ കുഴപ്പമില്ല. ആ വണ്ടി
അങ്ങനെ ഇറങ്ങി ചെല്ലും. അങ്ങ് വന്നിട്ട് പോയ ആളല്ലേ? ഇവിടെ വന്നിട്ട് പോയ ആളാ. വന്നോ? ഇവിടെ നമ്മുടെ ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോയതല്ലേ? വണ്ടി ഓടിക്കുന്ന ആളാ. എല്ലാം കരിഞ്ഞു പോയി. എന്നാ? പുല്ല് പുല്ല്. ആ അതെ പുല്ല് എല്ലാം കരിഞ്ഞു പോകും. ആ ഭാഗത്ത് പുല്ലൊന്നും പുല്ലൊന്നുമില്ല. ഭയങ്കര വെയിലല്ലേ? വിഷമിക്കാൻ പോണം. ഭയങ്കര ചൂടും വെയിലും അല്ലേ? പല സ്ഥലത്ത് ഇങ്ങനെ ഇട്ട് പിടിച്ചു നിന്നാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കെട്ടാനും തീറ്റാനും കൊണ്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ എന്ത് സൗകര്യമാണ്. അതെ അതെ. മതി ചേച്ചി. എല്ലാം ഒത്തിരി പാടാണ്. ആ ഇനിയിപ്പോ ഇനി രാത്രിയിലൊന്നും കഴിക്കത്തില്ല. ആണോ? ഷുഗർ പ്രശ്നം വല്ലതും ഉണ്ടോ? ആ പിന്നെ കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും നോട്ടം വഴിയിലോട്ടാണേ. ഇവിടെ ഇരുന്ന വാത് തുറന്നിരുന്ന പിന്നെ വഴിയിലെ കഥകളാൻ ഇഷ്ടമാണ് വീഴും. കൊണ്ടേ കത്തിക്കാൻ തിരി കത്തിക്കാൻ പോകുന്നേ. എനിക്ക് തോന്നി അങ്ങോട്ട് പോയപ്പോ നിങ്ങൾ ആ വെളിയിൽ നിന്ന പോലെ. വിവീനെ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പൊ അവിടെ കാറ് വന്ന് പറഞ്ഞോണ്ട് ഇവിടെ വണ്ടി ഇങ്ങോട്ട് വരുന്നോണ്ട് ഓടി അകത്തോട്ട് കയറിയതാ. രാത്രി പിന്നെ വരാം. അവരൊക്കെ വരാനിരിക്കുവായിരുന്നു എല്ലാവരും. ഭയങ്കര ആവിയാ. പഠിക്കുവല്ലേ? പഠിച്ചു. ഞാൻ പോട്ടെ. നീ പിന്നെ വരാം. അവിടെ പോകാൻ ഞാൻ പറഞ്ഞു. പോവാൻ പറയത്തില്ലേ? ഒരു ദിവസം വാ അങ്ങോട്ട് ചങ്ങനാശ്ശേരി മധുമൂല. എന്റെ അമ്മയ്ക്ക് ബസ് വണ്ടിയിലൊന്നും കയറത്തില്ലല്ലേ? മാത്രം പോകണ്ടെന്നൊന്നും പറയും. ശരി, പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ലോകത്തിൽ രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ലോകം രക്ഷപ്പെടിയല്ല. മനുഷ്യൻ രക്ഷപ്പെട്ടാലോ ലോകം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വരാൻ പോണത് എന്തൊക്കെയാണ് അത് അനുഭവിച്ച് കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യം. അമ്മച്ചിക്ക് നല്ല അറിവുണ്ട്. അത് കേട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുവേ. ഇത്തരം സാമർത്ഥ്യം കൊണ്ട് ഒരു കാര്യം നടക്കി പലരുടെ ഉപകാരം വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പണത്തെക്കാളും കൂടുതൽ സ്നേഹമാണ് പണം കൊണ്ട്. എൻ്റെ പ്രായത്തില് അന്നെടുത്ത് 2 ദിവസമൊക്കെ മുമ്പ് എടുത്ത ഫോട്ടോ ചെയ്തൊക്കെ. ഈ കിടക്കണ വണ്ടി ആരും ഒന്നാ ഞാൻ വന്നാ ആണോ? ഉള്ള മോള യുകെയിലെ നേഴ്സല്ല, ഒരു 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും ഇറങ്ങാൻ നേരം കിട്ടിയില്ലേ. ഡെലിവറിക്ക് ഇവിടെ ആയിരുന്നു. ഡെലിവറി അല്ലേ? ജോലിക്ക് പോകാൻ തുടങ്ങി. പോണം. കൊച്ചിനെ നോക്കണ്ടേ. പാടാ. എനിക്ക് ഒന്നും കൊടുത്തിട്ട് കിട്ടിയില്ല. ഹസ്ബൻഡില്ല, തിരിച്ചു വരത്തില്ലെന്ന് അവര് പറയുന്നത്. അല്ല അങ്ങനെ തോന്നുന്നല്ലേ? അതറിയാതെ ഒരു പിന്നെ എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് വെച്ചാൽ ഒന്നുകൂടി ചുമ്മാ അത് വെച്ചോണ്ട് ആവത്തായി പോയത്. മെഡിസിൻ അറിയിക്കണ്ടായിരുന്നു. ഇതിപ്പോ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് എല്ലാം പോയില്ല. പ്രശ്നമായി പോയി. അപ്പൊ കോട്ടെ മോളെ അമ്മച്ചിയുടെ ഒരു ഫോട്ടോ എടുത്ത് തന്നോ. അമ്മച്ചിയുടെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. ഇനിയും വരാം. നീ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. കേക്ക് അലുവായി. ഞാൻ കേക്ക് ഉണ്ടാക്കും. നല്ല ചിരി നോക്കുന്നു. സ്റ്റൈലായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തോ. പല്ല് കാണിച്ചിരിക്കുക. ഒരു ഉമ്മ കൊടുക്കാൻ. ഉപ്പ് പൈസയുള്ളത് ഞങ്ങളോട് ഉപ്പ് പൈസ നമ്മളൊക്കെ ചേച്ചിന്ന് വിളിക്കാം. ഞാൻ എപ്പം കേൾക്കുന്നതാണ്. അമ്മയെ തപ്പി നടക്കുക അല്ലേ? ഞാൻ അമ്മയല്ല. എന്നും മതിയല്ലേ? എന്നും വരും. ഒരു പോകുമ്പോ ഇറങ്ങാൻ. ശരി എന്നാ പൊക്കോട്ടെ. കാരണം അമ്മയ്ക്ക് പേടിയാ രാത്രി ആയപ്പോഴും ഒറ്റയ്ക്കല്ലേ. ചേച്ചി പോകുമ്പോ അമ്മയുടെ അടുത്ത് അമ്മയുടെ അവിടെ എന്റെ വേറൊരു ചേച്ചി വന്ന് നിന്നോളൂ. കിടക്കുന്നോ? ചങ്ങനാശ്ശേരി. ഇവിടെ കിടത്തിയാലോ? അപ്പൊ അങ്ങോട്ട് പോകണ്ടേ? പോവാ. വണ്ടി കിടക്കൂലേ? ഇവിടെ കിടത്തിയാലോ? ഇവിടെ കിടത്താൻ നാളെ വിടാന്ന്. അത് ബുദ്ധിമുട്ടല്ല. അതിന്റെ ബുദ്ധിമുട്ടന്നെ. ശരി മോനെ. ആ കണ്ട വണ്ടി ആയിരിക്കും. ഏത് വണ്ടിയെ പോണോ? എങ്ങനെയാ പോണോ? ചങ്ങനാശ്ശേരിക്ക് പോണോ? ചങ്ങനാശ്ശേരിക്ക് പോകുന്നുണ്ടോ? ചങ്ങനാശ്ശേരിക്ക് പോകുന്നുണ്ടോന്ന്? ആ അവിടെ ഒരു അമ്മച്ചിയുണ്ട് ഇല്ലേ? അല്ലേ?
അവിടെ ഒരു അമ്മച്ചിയുണ്ട്. വീട്ടിലേക്കാണ് പോണത്. ആ വീട്ടിലേക്കാ. എന്നാ പൊക്കോട്ടെ. കാത്തിക്കുമ്പോ ഓർക്കേ. ശരി എന്നാക്കെ സ്വന്തം പേര് എവിടെയാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ. ഇവിടെയാണ്. ആ ഇവിടെയാണ്. പിന്നെ ഇവിടുന്ന് പോയാൽ എളുപ്പമുണ്ട്. ആ ഇവിടുന്ന് ബസ്സിന് വണ്ടിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചെല്ലും. ആ അതെ അതെ. മോളിവിടെ ഇപ്പൊ ഉണ്ടായിരുന്നല്ലേ? അവളിവിടെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഓക്കെ ബൈ. കിട്ടിയമ്മ ഏറ്റു വരുന്നേ ഉള്ളൂ. ആ വണ്ടിയെ കയറുക. മഴക്കാറ് കണ്ടോ? ആ മഴക്കാറുണ്ട്. ആ മഴക്കാറെല്ലാം പെയ്യാണ്. എന്നാ പക്ഷെ എന്നാ ചെയ്യും? ഇതാ മതിയായിരുന്നു. ദിവസം മുഴുവൻ മഴക്കാറാ. ആ പക്ഷെ മുഴുവൻ മഴക്കാറാ. ഇന്ന് മുഴുവൻ മഴയാണോ? ആ മുഴുവൻ മഴ പെയ്യട്ടെന്നോ എന്താ അവർ പോവാ. കഞ്ഞി കുടിക്കാത്തൊരു കഞ്ഞി ഇത് കൊണ്ടുവന്നതാ. തിന്നോ എലിക്കുട്ടിയമ്മ. ഇതൊന്നാണ്. ആ അമ്മയ്ക്ക് തരാൻ. ആണോ? അവിടെ പോയിട്ടുള്ള അമ്മേനെ കാണാൻ വന്നതല്ലേ? അല്ല അമ്മേനെ കാണാൻ വന്നതല്ലേ? നേരത്തെ ആര് നിങ്ങളുടെ ആദ്യമായിട്ട് പോയതാണല്ലേ? മകളെ കെട്ടിച്ചേക്കുന്ന വീട്ടിൽ പോയാ. സമയത്തെയായി. ആണോ? എല്ലാവരും കുരിശ് വെച്ച് പ്രാർത്ഥന അയ്യോ ചെയ്തു. സമയം 6:30 ആയില്ലോടി. ഞാൻ അയ്യേ പണി കുട്ടിയും വന്നിരിക്കും. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.